ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള HSST കൊമേഴ്സ് ആണ് ആ നോട്ടിഫിക്കേഷൻ. ഈ കഴിഞ്ഞ PSC കമ്മീഷൻ യോഗത്തിൽ HSST കൊമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോയിൽ HSST കൊമേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ ലാസ്റ്റ് ഈ എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരുന്നു, അതുപോലെ ഏണസ്റ്റ് അക്കാദമി ഈ പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാറും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് HSST കൊമേഴ്സിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2017 ലാസ്റ്റ് ഈ പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിട്ടുണ്ടായിരുന്നത്. 20 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 45,600 രൂപ മുതൽ 95,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇത് റിവൈസ്ഡ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. അതുപോലെ ടോട്ടൽ അഡ്വൈസ്, ഈ തസ്തിക്ക് വേണ്ടിയിട്ട് ഇതുവരെ നടന്ന ലാസ്റ്റ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 140 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. HSST കൊമേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്നത് 2021 ഏപ്രിൽ 13 ആയിരുന്നു റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നിരുന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 140 അഡ്വൈസ് ആണ് ടോട്ടൽ ഈ പോസ്റ്റിലോട്ട് പോയിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 100 വരെയാണ് പോയിട്ടുള്ളത്. അതായത് 100 റാങ്ക് വരെയുള്ള ഓപ്പൺ കോമ്പറ്റീഷൻ, അതായത് ജനറൽ കാറ്റഗറീസ് ഉള്ളവർക്ക് ഈ ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റ് കാറ്റഗറീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈഴവ 110, SC 218, അതുപോലെ ST ഓള്, മുസ്ലിം 108, OBC വിത്തിൻ OC എന്ന് പറഞ്ഞാൽ ഈ 100 റാങ്കിനുള്ളിലാണ് OBCയുടെ അഡ്വൈസ് നില എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് അഡ്വൈസിൻ്റെ ഒരു ചാർട്ട്. അതുപോലെ ലാസ്റ്റ് ഈ പരീക്ഷയുടെ എക്സാം ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2017 നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടന്നിട്ട് 2021 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ അതിൽ പ്രകാരം ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 19 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നിരുന്നത്. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ പറഞ്ഞാൽ 784 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പം PSC റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നടന്ന അഡ്വൈസിൻ്റെ എണ്ണം അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസിയുടെ എണ്ണം അതനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. സോ ഇനി പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇത്രത്തോളം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ കോമ്പറ്റീഷൻ ലെവൽ ഉയരാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. അതുപോലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ മാക്സിമം മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 40 മാർക്കാണ് മാക്സിമം ലഭിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് റാങ്കിൽ വെച്ച വിദ്യാർത്ഥിക്ക് 40 മാർക്കായിരുന്നു ലഭിച്ചിരുന്നത്. ഇത് ടെസ്റ്റിന് കിട്ടിയ മാർക്കാണ്. കാര്യം HSST പോലുള്ള ഒരു പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്ന് നമുക്ക് അറിയാം. ലാസ്റ്റ് ഇപ്പം HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് HSST കൊമേഴ്സിന് ഇൻ്റർവ്യൂ കൂടെ ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്ത ശേഷമായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് HSST കൊമേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ് HSST കൊമേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അത് നമുക്ക് നോട്ടിഫിക്കേഷൻ പറയുന്ന കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് 50% മാർക്കിൽ കുറയാതെ MCOM പ്ലസ് അതിൻ്റെ കൂടെ BEd, പിന്നെ നിങ്ങളൊന്നെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് പാസ്സായിരിക്കണം. അപ്പോൾ ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പക്ഷേ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആബ്സെൻസ് ഓഫ് BEd, അതായത് BEdൻ്റെ ആബ്സെൻസിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ സർവീസിൽ കയറിയ ശേഷം 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ BEd ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണമെന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. The teachers appointed under this provision will have to acquire BA degree at their own expense within 5 years from the date of entry in service എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BEd ഉള്ളവരെ മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നത്. അതായത് MCOM, BEd, സെറ്റ് ഈ പറഞ്ഞ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരുന്നു പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അപ്പോൾ അവരെ മാത്രമാണ് ഈ തസ്തികയിലേക്ക് പരിഗണിച്ചിരുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം BEd ഇല്ല, സെറ്റ് നെറ്റ് മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ഒരു സ്റ്റാറ്റസ് ഇതാണ്. കാരണം BEd ഇല്ലാത്തവരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, HSST കൊമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏണസ്റ്റ് അക്കാദമിയുടെ ചീഫ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ഡോക്ടർ രാഹുൽ സാറാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിലബസ് ആദ്യം കൃത്യമായിട്ട് ഈ വെബിനാറിലൂടെ മനസ്സിലാക്കി തരുന്നു. കാര്യം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സിലബസ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, സിലബസിൽ ചിലപ്പോൾ ഒരുപാട് ടോപ്പിക് ഉണ്ടാവും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് സിലബസ് എങ്ങനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ സിലബസ് എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വെബിനാറിൽ നിങ്ങൾക്കായിട്ട് സാറ് പങ്കുവെക്കുന്നതായിരിക്കും. അത് മാത്രമല്ല
HSSD കോമേഴ്സ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ടാവും. അപ്പം ഇനിയും എക്സാം വരുന്ന ഈ HSSD കോമേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ സ്മാർട്ടായി തയ്യാറെടുക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നത്. സോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ അവസരം പാഴാക്കരുത്. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് ബോക്സിൽ വെബിനാറിൽ പങ്കെടുക്കാനുള്ള ഒരു ഫോം കൊടുത്തിരിക്കാം. ജസ്റ്റ് നിങ്ങൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി എക്സാം വരാൻ പോകുന്ന HSSD കോമേഴ്സ് തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റീവ് ബാച്ച് ഏണസ് അക്കാദമിയിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രാഹുൽ സാറിനെ പോലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല എക്സാം വരെയും ഗൈഡൻസിനായിട്ട് നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ നമ്മുടെ സിലബസിലെ ഓരോ മൊഡ്യൂളുകൾ തീരുന്നതനുസരിച്ച് പ്രത്യേകം റിവിഷൻ ക്ലാസ്സുകൾ, റിവിഷൻ ടെസ്റ്റുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഡെയിലി പോൾസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ പലവിധം ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. സോ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ ഏണസ്റ്റ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ HSSD കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.